എസിന് ഞാൻ പറയുന്ന അടിസ്ഥാനമുണ്ട്. അങ്ങനെ ഒരു അടിസ്ഥാനം ജമാഅത്തിന് കാണിച്ചു തരാൻ പറ്റുമോ? RSSന് ഒരുപാട് ക്രിമിനൽ കേസുണ്ട്. അങ്ങനത്തെ ഒരു കേസ് കാണിച്ചു തരാൻ പറ്റുമോ? RSSന്റെ ആളുകൾ വംശീയ പ്രഭാഷണം നടത്തുന്നുണ്ട്. അത്തരം ഒരു പ്രഭാഷണം കാണിച്ചു തരാൻ പറ്റുമോ? RSSന്റെ ഭാഗത്തുനിന്ന് വംശഹത്യയുടെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത്തരം ഒരു ഉദാഹരണം കാണിച്ചു തരാൻ പറ്റുമോ? RSSന്റെ നേതൃത്വത്തിൽ മൊബിലിഞ്ചിങ് നടക്കുന്നുണ്ട്. അത്തരം ഒരു മൊബിലിഞ്ചിങ് പങ്കാളി കാണിച്ചു തരാൻ പറ്റുമോ? RSS ഒരുപാട് കലാപത്തിൽ പങ്കാളിയായതായിട്ട് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം ഒരു അന്വേഷണ കമ്മീഷനിൽ എവിടെയെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകന്റെ ഒരു പരാമർശമെങ്കിലും കാണാൻ പറ്റും? അത് പറയുന്നവരോട് ചോദിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചാപ്പകുത്തലാണ് ഒരാളുടെ മേൽവിലാസമെങ്കിൽ മുസ്ലിം ലീഗ് വർഗീയ പ്രസ്ഥാനമാണോ? ചാപ്പകുത്തലാണ് ഒരാളുടെ മേൽവിലാസമെങ്കിൽ സൂംബ ഡാൻസിനെ വിയോജിച്ചപ്പോൾ മതരാഷ്ട്രവാദി അല്ലെങ്കിൽ ഭീകരവാദി എന്ന് മുദ്രകുത്തപ്പെട്ട KNM വർഗീയ പ്രസ്ഥാനമാണോ? ചാപ്പകുത്തലാണ് ഒരാളുടെ മേൽവിലാസമെങ്കിൽ കേരളത്തിലെ മുസ്ലിം മൈനോറിറ്റി, ഇതിനകം മൈനോറിറ്റിയിൽ ഒരു സംഘടനയും CPM വെറുതെ വിട്ടില്ല. ഞാൻ പറയുന്നു, ശ്രീ P. ജയരാജൻ രചിച്ച ഏറ്റവും ലാസ്റ്റ് പ്രകാശനം ചെയ്ത പുസ്തകത്തിനകത്ത് നിന്ന് മുസ്ലിം സംഘടനകളിൽ കാന്തപുരം വിഭാഗം ഒരു സംഘടനയും വിട്ടിട്ടില്ല. ഒക്കെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേര് അടയാളപ്പെടുത്താം. അതിൻ്റെ അർത്ഥം ചാപ്പ അതാണ് എങ്കിൽ അതാണോ ഒരു കമ്മ്യൂണിറ്റിയുടെ മേൽവിലാസം? ഈ സമീകരണത്തിൽ ആരെയാണ് ലളിതവൽക്കരിക്കുന്നത്? ഇന്ത്യയിൽ വംശീയത ഭരണകൂട രൂപം പൂണ്ട് ഇന്ത്യയുടെ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ അട്ടിമറിക്കുന്ന വംശീയ ഭരണകൂടത്തെ അല്ലേ ഈ സമീകരണം കൊണ്ട് ലളിതവൽക്കരിക്കുന്നത്? എങ്ങനെ ഇന്ത്യയിലെ ഭരണകൂടം വംശീയ ഭരണം വിചാരധാര ഞാൻ ഉദ്ധരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം എങ്ങനെ ഈ വർഗീയമായിട്ടുള്ള എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? നിങ്ങൾ എവിടെന്നാ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. കേരളത്തിൽ തന്നെ ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിന് ശേഷമുള്ള രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് മൊബിലിഞ്ചി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബുൾഡോസർ രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇതെല്ലാം ഒരു വംശത്തെ മുൻനിർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് NRC, മുത്തലാഖ്, NRC, UCC, ബുൾഡോസർ രാജ്, ഒരു മിനിറ്റ്, മണിപ്പൂർ കലാപം, ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് നേരെ, ക്രൈസ്തവ മിഷണറിമാർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. എനിക്ക് തോന്നുന്നത് ഞാൻ വിശദീകരിച്ച് പ്രയാസപ്പെടേണ്ട ഒരു കാര്യം അതിനകത്തില്ല. നിങ്ങളുടെ ചോദ്യത്തെ ഞാനിവിടെ അക്കോമഡേറ്റ് ചെയ്യാണ്. അത് കേരളീയ സമൂഹത്തിന് തുറന്നു കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു. കേരളീയ സമൂഹത്തോട് ഞാൻ പറയാം, അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു, നരേന്ദ്രമോദി വംശീയത പറഞ്ഞതിന് തെളിവുണ്ടോ എന്ന്. മലയാളി തരും തെളിവ്.